Hello dears, exam square ന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മളിത് പഠിക്കാനായിട്ട് പോകുന്നത് ചെയിൻ റൂൾ ആണ്. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് ടു വേരിയബിൾസിന്റെ ചെയിൻ റൂൾ ആണ് പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇതിന്റെ ഒരു പാർട്ട് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അതിന്റെ സെക്കൻഡ് പാർട്ട് ആൻഡ് ലാസ്റ്റ് പാർട്ട് ആണ് കേട്ടോ. ഓക്കെ, ചെയിൻ റൂൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് ടു വേരിയബിൾസ്. 3 വേരിയബിൾസ് വരുന്നത് നെക്സ്റ്റ് മൊഡ്യൂളിലാണ് നിങ്ങളുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. 3 വേരിയബിൾസ് വരുന്നത് നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിൻ്റെ ടോപ്പ് എൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ. ചെയിൻ റൂൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് ടു വേരിയബിൾസ്. നോക്കിക്കേ, z എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. z ഈസ് എ ഫംഗ്ഷൻ ഓഫ് എന്താണ് എക്സ് ആൻഡ് വൈ എന്നിരിക്കട്ടെ. z എന്ന് പറയുന്നത് എന്താണ്, എക്സിലും വൈയിലും ഉള്ളൊരു ഫംഗ്ഷനാണ് എന്ത് z എന്ന് പറയുന്നത്. ലെറ്റ് എക്സാമ്പിൾ മിസ് എടുക്കുവാണേ, z ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇങ്ങനെ വരും, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഓക്കെ, അപ്പോൾ എക്സിനെ വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് എന്ത് z എന്ന് പറയുന്നത് ആണല്ലോ. ഇനി എക്സും വൈയും, ഇവിടെ നമുക്ക് എക്സ് ഉണ്ട്, അതുപോലെ തന്നെ വൈയും ഉണ്ട്. ഈ എക്സും വൈയും ഡിപ്പെൻഡ്സ് അപ്പോൺ വേരിയബിൾസ് യു ആൻഡ് വി. അതായത് എക്സ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് യു ആൻഡ് വി ആണ്. ഓൾസോ വൈ എന്ന് പറയുന്നതും ഫംഗ്ഷൻ ഓഫ് യു ആൻഡ് വി എന്നിരിക്കട്ടെ. Say for example, x is equal to u minus v and y equal to u plus v. എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ, എക്സാമ്പിൾ മാത്രമായിട്ടാണ് എടുക്കുന്നത്. അല്ലാണ്ട് എപ്പോഴും x ഈക്വൽ ടു യു മൈനസ് വിയും അല്ല, y ഈക്വൽ ടു യു പ്ലസ് വിയും അല്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, z എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ് and it depends upon z equal to f of x y and depends upon x and y. ഈ രണ്ട് വേരിയബിൾസ് എക്സിനെ വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എക്സും വൈയും എന്താ ചെയ്യുന്നത്, യുവും വി എന്ന് പറയുന്ന വേറെ രണ്ട് വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെഡിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു യു, സെഡിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വി നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചേ, z is a function of x and y, x and y is a function of എന്താണ് സിംഗിൾ വേരിയബിൾ t എന്ന് പറഞ്ഞ് പഠിച്ചു. ഇവിടെ സിംഗിൾ വേരിയബിൾ അല്ല, ഇവിടെ രണ്ട് വേരിയബിൾസ് വരുന്നുണ്ട്, യുവും വി എന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ട് വേരിയബിൾസ് ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, സോ ഇതിൻ്റെ ട്രീ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും കേട്ടോ. സോ നോക്കിക്കേ, z എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ z എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ എന്താണ് എക്സ് ആൻഡ് വൈ ആയതുകൊണ്ട് z എന്ന് പറയുന്നത് എന്താ, ഇറ്റ്സ് എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. എന്താണ്, ഇറ്റ്സ് എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. എന്തുകൊണ്ടാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നേ, ബിക്കോസ് z ഡിപ്പെൻഡ്സ് അപ്പോൺ വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. എക്സിനെ വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വേരിയബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയാം. ഇനി ഈ z ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതിനൊക്കെയാണ്, എക്സിനെയും വൈയിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എക്സിനെയും വൈയിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ വേരിയബിൾസിന് എന്തെന്നാ പറയുന്നത്, ഇന്റർമീഡിയറ്റ് വേരിയബിൾ. എന്തെന്ന് പറയും, ഇന്റർമീഡിയറ്റ് വേരിയബിൾ എന്ന് പറയും ആണല്ലോ, ഇന്റർമീഡിയറ്റ് വേരിയബിൾ. ഇനി ഈ എക്സും വൈയും ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, യുവും വിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ, യുവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും ഓക്കെ അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡോ ഇസഡ് ബൈ ഡോ യുവും ഡോ ഇസഡ് ബൈ ഡോ വിയും ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ഇസഡിന് എവിടെ വരണം, യുവിലേക്ക് വരണം. അപ്പം ഇസഡിന് യുവിലോട്ട് വരാനായിട്ട് നമുക്ക് രണ്ട് പാത്ത് ഉണ്ട് അല്ലേ. ഇസഡിന് ആദ്യം എക്സിൽ വരാം, എക്സിന്ന് യുവിൽ വരാം. ഇസഡിന് ആദ്യം വൈയിൽ വരാം, വൈന്ന് യുവിൽ വരാം. അപ്പോൾ രണ്ട് പാത്തുണ്ട്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡോ ഇസഡ് ബൈ ഡോ യു കിട്ടും. ഡോ ഇസഡ് ബൈ ഡോ യു എങ്ങനെ കിട്ടുമെന്ന് മനസ്സിലായോ. അപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് ട്രീ ഡയഗ്രാം വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മനസ്സിലാകും. അപ്പോൾ നോക്കി, ഇത് z ആണല്ലേ. അപ്പോൾ സെഡിന് വിത്ത് റെസ്പെക്ട് ടു എക്സ്
മിസ് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവുക. എന്തുകൊണ്ടാണ് പാർഷ്യലി എടുക്കുന്നത്? ബിക്കോസ് സെഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ എക്സ് ആൻഡ് വൈ. എക്സിനെ വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ സെഡിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവാണ് എടുക്കുന്നത് കേട്ടോ. സോ ഡോ ഈ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞു കിട്ടും. സെഡിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡോ ഈ സെഡ് ബൈ ഡോ വൈ എന്നും കിട്ടും. ആണല്ലോ. ഇനി നമുക്ക് ഇവിടെ ഉള്ളത് എന്താണ്? എക്സ് ആണുള്ളത് അല്ലേ. എക്സിന് വിത്ത് റെസ്പെക്ട് ടു വൈ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഡോ ഈ സെഡ് ബൈ ഡോ യു. വൈന് വിത്ത് റെസ്പെക്ട് ടു യു പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡോ വൈ ബൈ ഡോ യു ആണല്ലോ. ഡോ വൈ ബൈ ഡോ യു. ഇത്രയും ക്ലിയർ ആയല്ലേ. ഈ വി മിസ് ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല കേട്ടോ. വി ഇപ്പോൾ എടുക്കുന്നില്ല. നമുക്ക് ഡോ ഈ സെഡ് ബൈ ഡോ യു കാൽക്കുലേറ്റ് ചെയ്യാം. So we can write dou z by dou u equal to എങ്ങനെ എഴുതാം? സെഡിന് യുവിലോട്ട് എത്താൻ രണ്ട് പാത്ത് ഉണ്ടല്ലേ. ഒന്നുകിൽ ഈ എക്സ് വഴി വരാം അല്ലെങ്കിൽ വൈ വഴി വരാം. അപ്പോൾ രണ്ട് പാത്തും കൂടെ കമ്പൈൻഡ് ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡോ z by dou u കിട്ടും. സോ എങ്ങനെ എഴുതാം? അക്കോർഡിംഗ് ടു ചെയിൻ റൂൾ നമുക്ക് എങ്ങനെ എഴുതാം? ഡോ z by dou u equal to ഡോ z by ഡോ എക്സ് ഇൻറ്റു ഡോ z by ഡോ യു. ഡോ ഇസഡ് ബൈ ഡോ യു അല്ല, ഡോ എക്സ് ബൈ ഡോ യു ആണേ. ഡോ ഇവിടെ ഡോ എക്സ് ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു യു നമ്മൾ പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് കിട്ടും? ഡോ എക്സ് ബൈ ഡോ യു പ്ലസ് ഇവിടെ ചെയ്യുമ്പോഴോ ഡോ ഇസഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ യു. ഓക്കെ, ഇതാണ് എന്ത്? ഡോ ഇസഡ് ബൈ ഡോ യു എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? ഇനി ഇതുപോലെ നമുക്ക് എന്തും കാൽക്കുലേറ്റ് ചെയ്യണം? ഡോ ഇസഡ് ബൈ ഡോ വിയും കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇസഡിന് അല്ലെങ്കിൽ ഈ സെഡിന് യുവിലോട്ട് ഡയറക്റ്റ് കണക്ഷൻ ഇല്ല അല്ലേ. വയ എക്സ് അല്ലെങ്കിൽ വൈയിലൂടെ മാത്രമേ യുവിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ സെഡിന് വിയിലോട്ട് എത്തണം എന്നുണ്ടെങ്കിലും എക്സിലൂടെ വരാം വൈയിലൂടെയും വരാം. രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡോ ഇസഡ് ബൈ ഡോ വി കിട്ടും. ഡോ ഇസഡ് ബൈ ഡോ വി കിട്ടും. അപ്പോൾ ആ ഒരു ട്രീ ഡയഗ്രാം നമുക്ക് വരച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇതൊക്കെ അല്ലേ? ഇതൊക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത ട്രീ ഡയഗ്രാം നോക്കിക്കോ. സെഡ് എന്ന് പറയുന്ന ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ടു ഇൻ്റർമീഡിയറ്റ് വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. എക്സും വൈയും ഇൻ ടേൺ ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് യു ആൻഡ് വി. ഈ യുവും വിയും എന്താണ്? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ് കേട്ടോ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ്. യുവിനും വിക്കും ഏത് വാല്യൂസ് വേണേലും വരാം. സോ യു ആൻഡ് വി. ഇവിടെ എന്താ നമുക്ക് കിട്ടുക? ഡോ ഇസഡ് ബൈ ഡോ എക്സ്. ഇവിടെ എക്സിന് വിത്ത് റെസ്പെക്ട് ടു വി പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡോ എക്സ് ബൈ ഡോ വി. ഇവിടെ ഡോ ഇസഡ് ബൈ ഡോ വൈ. വൈനെ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു വി ചെയ്യുമ്പോൾ ഡോ ഇസഡ് ബൈ ഡോ വി. സോ വി ക്യാൻ റൈറ്റ് ഡോ ഇസഡ് ബൈ അല്ലെങ്കിൽ ഡോ സെഡ് ബൈ ഡോ വി ഈക്വൽ ടു എന്താ? ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ വി. ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ വി പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ. ഡോ ഇസഡ് ബൈ ഡോ വൈ ഇൻറ്റു ഇവിടെ തെറ്റിച്ചു. ഇവിടെ ഡോ വൈ. ഓക്കെ, ഇൻറ്റു ഡോ വൈ ബൈ ഡോ വി ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഡോ ഇസഡ് ബൈ ഡോ യുവും ഡോ ഇസഡ് ബൈ ഡോ വിയും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ മനസ്സിലായല്ലോ. ഒന്നുകിൽ നിങ്ങൾക്ക് ട്രീ ഡയഗ്രാം വരയ്ക്കാം, വരച്ചിട്ട് അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചേ, ഡോ ഇസഡ് ബൈ ഡോ വി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ ഡോ ഇസഡ് ഉണ്ട്, ഇവിടെ ഡോ വി ഉണ്ട്. അപ്പോൾ ഡോ ഇസഡ് ബൈ ഡോ വി ഇങ്ങനെ നോക്കാം. ക്രോസ് ചെയ്തേക്കുന്നത് കണ്ടു. ഇവിടെ ഡോ എക്സ് ആണെങ്കിൽ ഇവിടെയും ഡോ എക്സ്. ഇവിടെ ഡോ ഇസഡ് ബൈ ഡോ വി, ഇവിടെ ഡോ വൈ, ഇവിടെ വരുമ്പോഴത്തേക്കും ഡോ വൈ തന്നെ വരുന്നത്. അങ്ങനെയും കാൽക്കുലേറ്റ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ട്രീ ഡയഗ്രാം വരയ്ക്കുന്ന കാര്യമേ ഉള്ളൂ. ട്രീ ഡയഗ്രാം വരച്ചിട്ട് അതിൽ നിന്നും കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എന്ത് എഴുതാം? ഈ ഡോ ഇസഡ് ബൈ ഡോ യുവിൻ്റെ വാല്യൂ ഡോ ഇസഡ് ബൈ ഡോ വിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാനായിട്ട് പറ്റും. മനസ്സിലായല്ലോ? എന്താണെന്ന് മനസ്സിലായല്ലോ? ട്രീ ഡയഗ്രാം മനസ്സിലായല്ലോ? അതുപോലെ തന്നെ എങ്ങനെയാണ് ചെയിൻ റൂൾ ഇവിടെ വർക്കൗട്ട് ആവുന്നതെന്നും ഡോ ഇസഡ് ബൈ ഡോ യുവും ഡോ ഇസഡ് ബൈ ഡോ വിയും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നും മനസ്സിലായല്ലോ?
നമുക്ക് പ്രോബ്ലം ചെയ്യാം. നോക്കിക്കേ, if z equal to e raised to xy and x is equal to 2u plus v and y equal to u divided by v, find dou z by dou u and dou z by dou v. So we have ഇവിടെ z equal to z എന്ന് പറയുന്നത് എന്താ, given തന്നിരിക്കുന്നത് നിങ്ങൾ എടുത്ത് എഴുതുക കേട്ടോ, given z equal to e raised to xy ആണല്ലോ, and x is equal to എന്താ 2u plus v and y equal to u divided by v. ഇപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും z ഡിപ്പെൻസ് അപ്പോൺ, z എന്ന് പറയുന്നത് ഡിപ്പെൻസ് അപ്പോൺ x ആൻഡ് y ആൻഡ് x ആൻഡ് y again depends upon u and v. ഇപ്പോൾ ഈ ഒരു ഫോമിലാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അവിടെ നിന്ന് dou z by dou uവും dou z by dou vയും കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആദ്യം dou z by dou xും dou z by dou yയും കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്കതങ്ങ് ചെയ്യാം. dou z by dou x which is equal to dou z by dou x എന്ന് പറയുന്നത് എന്താണ്, dou by dou x of e raised to xy ആണല്ലോ, which is equal to e raised to xy ന്റെ ഡെറിവേറ്റീവ് എന്താ, e raised to xy into dou by dou x of xy function of a function rule ആണല്ലോ, which is equal to e raised to xy into dou by dou x of xy ചെയ്യുമ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ y കോൺസ്റ്റന്റ് ആണ്, അതിനെ പുറത്തെടുത്തു, into dou x by dou x ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 1 കിട്ടും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക റിസൾട്ട്, y into e raised to xy കിട്ടിയില്ലേ. അപ്പോൾ dou z by dou x എന്താ കിട്ടിയ, y into e raised to xy. ഇനി നമുക്ക് dou z by dou y കാൽക്കുലേറ്റ് ചെയ്യണം. Now dou z by dou y which is equal to dou by dou y of what is z, z ന്റെ വാല്യൂ എന്ന് പറയുന്നത് e raised to xy ആണല്ലോ, which is equal to എന്ത് കിട്ടും, e raised to xy into dou by dou y of xy ആണല്ലോ, which is equal to e raised to xy into dou by dou y of xy ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു y പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x കോൺസ്റ്റന്റ് ആണ്, അതിന് മിസ് പുറത്തെടുത്തു, into dou y by dou y ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 1 കിട്ടും. അപ്പോൾ എന്താ കിട്ടിയത് നമുക്ക് x into e raised to xy എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഓക്കെ, ഇത്രയും ഓക്കെ അല്ലേ. അപ്പോൾ dou z by dou x ചെയ്ത് dou z by dou y ചെയ്തു. ഇനി അടുത്ത് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് dou z by dou u. dou z by dou uന്റെ ഫോർമുല എന്താ, dou z by dou x into dou x by dou u plus dou z by dou y into dou y by dou u. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രണ്ട് ടേംസും കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി dou x by dou uവും വേണം, dou y by dou uവും വേണം. അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നോക്കിക്കേ, dou x by dou u, dou x by dou u which is equal to dou by dou u of x. What is x? x എന്താ തന്നേക്കുന്നത്, 2u plus v which is equal to dou by dou u of 2v plus dou by dou u of v ആണല്ലോ, which is equal to dou by dou u of 2v ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 2u not v, 2u ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2 കോൺസ്റ്റന്റ് ആണ്, dou u by dou u equal to 1 ആണ്, പ്ലസ് dou v by dou u ചെയ്യുമ്പോൾ 0. So what is the answer, 2 into 1 equal to 2. ഓക്കെ, അതുപോലെ dou y by dou u കാൽക്കുലേറ്റ് ചെയ്യണം, which is equal to dou by dou u of what is y. ന്റെ വാല്യൂ എന്ന് പറയുന്നത് u by v ആണല്ലേ, u by v which is equal to ഇവിടെ വിത്ത് റെസ്പെക്ട് ടു u പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് v കോൺസ്റ്റന്റ് ആണ്. ഇപ്പോൾ 1 by v ഞാൻ കോമൺ എടുത്ത് ഇൻറ്റു dou u by dou u which is equal to എന്ത് കിട്ടും, 1 by v into 1 that is 1 by v. നമുക്ക് എല്ലാ ടേംസും കിട്ടിയിട്ടുണ്ടല്ലേ, dou z by dou y കിട്ടി, dou z by dou x കിട്ടി, dou u by dou y by dou u കിട്ടി, അതുപോലെ തന്നെ dou x by dou u കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, dou z by dou u ന്റെ വാല്യൂ കിട്ടും. So now we have dou z by dou u which is equal to എന്താണ്, dou z by dou x. dou z by dou x ന്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്,
y into e raised to xy into dou x by dou u. Dou x by dou uൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 2 ആണല്ലോ. 2 പ്ലസ് dou z by dou y. dou z by dou yൻ്റെ വാല്യൂ x into e raised to xy into dou y by dou u. എന്താ വാല്യൂ 1 by v. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയേക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ വിത്ത് റെസ്പെക്ട് ടു യു അല്ലേ ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എക്സും വൈയും പാടില്ല. ആൻസർ യുവിലും വിയിലും തന്നെ വരണേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സിനും വൈക്കും നമ്മൾ യുവിൻ്റെ വിയിലുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ വി നോ ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2u പ്ലസ് വി ആൻഡ് വൈ ഈക്വൽ ടു എന്താണ്? 1 by v അല്ല, u by v യു ആണ് തന്നേക്കുന്നത്. y ഈക്വൽ ടു u by v ആണ് തന്നേക്കുന്നത്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. അന്നേരം നമുക്ക് എന്താ കിട്ടുക? വിച്ച് ഇസ് ഈക്വൽ ടു വൈക്ക് എന്ത് കൊടുക്കാം? u by v ഇൻറ്റു ഇ റൈസ് ടു എക്സിന് പകരം 2u പ്ലസ് വി ഇൻറ്റു വൈക്ക് പകരം u by v. ഈ 2വിനെ മിസ് ഇവിടെ എഴുതുവാണേ 2 പ്ലസ് എക്സിന് എന്ത് കൊടുക്കാം? 2u പ്ലസ് വി ഇൻറ്റു ഇ റൈസ് ടു എക്സ് വൈ. ഇ റൈസ് ടു എക്സിൻ്റെ വാല്യൂ 2u പ്ലസ് വി. വൈൻ്റെ വാല്യൂ എന്താണ്? വൈൻ്റെ വാല്യൂ u by v. u by v ഇൻറ്റു 1 by v. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അത് സിംപ്ലിഫൈ ചെയ്ത് ഒന്ന് എഴുതി കഴിഞ്ഞാൽ കാര്യം കഴിയും. സോ ഈ രണ്ട് ടേംസിലും ദേ എക്സ്പൊണൻഷ്യൽ ടേം കോൺസ്റ്റൻ്റ് ആയിട്ട് കോമൺ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അതങ്ങ് പുറത്തെടുക്കാം. ഇ റൈസ് ടു 2u പ്ലസ് വി ഇൻറ്റു u ബൈ വി കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എന്താ കിട്ടുക? ഇവിടെ 2 ഇൻറ്റു u ബൈ വി പ്ലസ് ഇവിടെ എന്താ വരിക? 2u പ്ലസ് വി ഡിവൈഡഡ് ബൈ വി. ഇങ്ങനെയല്ലേ വരുന്നത്? ആണല്ലോ. ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ലേ. അപ്പോൾ ന്യൂമറേറ്റേഴ്സ് നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്ത് എഴുതാം. അപ്പോൾ അന്നേരം എന്ത് കിട്ടും? which is equal to e raised to 2u plus v into u by v into 2u plus 2u plus v. 2u plus 2u ചെയ്യുമ്പോൾ 4u plus v divided by v. ഇതാണ് നമ്മുടെ ആൻസർ. ഇതെന്താണ്? ഡോ ഇസഡ് ബൈ ഡോ യു ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇതുപോലെ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഡോ ഇസഡ് ബൈ ഡോ വി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതൊന്ന് ചെയ്യാമോ? ഡോ ഇസഡ് ബൈ ഡോ വി കാൽക്കുലേറ്റ് ചെയ്യാം. So we have dou z by dou v. എന്താണ് ഫോർമുല? dou z by dou x into dou x by dou v plus dou z by dou y into dou y by dou v. അപ്പോൾ dou z by dou x അതുപോലെ തന്നെ dou z by dou y നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. ഒന്ന് എഴുതി വെക്കാം. dou z by dou xൻ്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? y ഇൻറ്റു ഇ റൈസ് ടു എക്സ് വൈ. അതുപോലെ തന്നെ ഡോ ഇസഡ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് വൈ ആണ് കിട്ടിയത്. നമുക്ക് ഡോ എക്സ് ബൈ ഡോ വിയും ഡോ വൈ ബൈ ഡോ വിയും കാൽക്കുലേറ്റ് ചെയ്യണം. സോ വി ഹാവ് ഡോ എക്സ് ബൈ ഡോ വി വിച്ച് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വി ഓഫ് എക്സ്. വാട്ട് ഈസ് എക്സ്? എക്സിൻ്റെ വാല്യൂ എന്താ? 2u പ്ലസ് വി ആണല്ലോ. വിച്ച് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വി ചെയ്യുമ്പോൾ യു കോൺസ്റ്റൻ്റ് ആണല്ലേ. അപ്പോൾ ഡോ ബൈ ഡോ വി ഓഫ് യു വി എന്താ? 2u ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0 കിട്ടും. അതായത് ഡോ ബൈ ഡോ വി ഓഫ് 2u പ്ലസ് ഡോ ബൈ ഡോ വി ഓഫ് വി. ഇങ്ങനെയല്ലേ വരിക? അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വി ചെയ്യുമ്പോൾ യു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, ഈ ടേം എന്ന് പറയുന്നത് 0 ആണ്. ഡോ വി ബൈ ഡോ വി ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 കിട്ടും. സോ വാട്ട് ഇസ് ദ ആൻസർ? 1. എന്താ വരുന്നത്? ഡോ എക്സ് ബൈ ഡോ വി ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 1 ആണ് കിട്ടുന്നത്. അതുപോലെ നമുക്ക് ഡോ വൈ ബൈ ഡോ വി കാൽക്കുലേറ്റ് ചെയ്യാം. ഇറ്റ് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വി ഓഫ് വാട്ട് ഈസ് വൈ? വൈൻ്റെ വാല്യൂ എന്താ? y ഈസ് u ബൈ വി അല്ലേ. u ബൈ വി ആണല്ലോ. അപ്പോൾ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു വി ചെയ്യുമ്പോൾ യു കോൺസ്റ്റൻ്റ് ആണ്. പാർഷ്യലി ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു വി ചെയ്യുമ്പോൾ യു കോൺസ്റ്റൻ്റ്. അപ്പോൾ യു പുറത്തെടുത്ത് ഇൻറ്റു ഡോ ബൈ ഡോ വി ഓഫ് 1 ബൈ വി. എന്തായിട്ടും നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് 1 ബൈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ ആണ്. അതുപോലെ ഡെറിവേറ്റീവ് ഓഫ് 1 ബൈ വി എന്ന് പറയുന്നത് മൈനസ് 1 ബൈ വി സ്ക്വയർ ആണ്. അപ്പോൾ യു ഓൾറെഡി ഉണ്ട് ഇൻറ്റു മൈനസ് 1 ബൈ വി സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് യു ഡിവൈഡഡ് ബൈ
വി സ്ക്വയർ. ഓക്കെ, സോ ഈ ടേമും കിട്ടി, ഈ ടേമും കിട്ടി. ഇവിടെ നമുക്ക് ഡോ ഇസഡ് ബൈ ഡോ എക്സ് കിടപ്പുണ്ട്, ഡോ ഇസഡ് ബൈ ഡോ വൈ ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, നമുക്ക് ഡോ ഇസഡ് ബൈ ഡോ വിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ചെയ്യാം. So we have dou z by dou v which is equal to dou z by dou x. Dou z by dou x ന്റെ വാല്യൂ എന്താ? y into e raised to xy into dou x by dou v. Dou x by dou v ന്റെ വാല്യൂ എന്താ കിട്ടിയ? 1 plus dou z by dou y, that is x into e raised to xy into dou y by dou v. And value എന്ത് കിട്ടി? minus u divided by v square ആണല്ലോ. അങ്ങനെയല്ലേ കിട്ടിയേക്കുന്നത്. ഇനി നമ്മൾ വീണ്ടും റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ. സോ വാട്ട് ഈസ് എക്സ്? എക്സിൻ്റെ വാല്യൂ എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു 2u plus v and y is equal to u divided by v. Substitute ചെയ്ത് ഇവിടെ. സോ yക്ക് എന്ത് കൊടുക്കാം? u by u divided by v into e raised to x. Xൻ്റെ വാല്യൂ 2u plus v into y ൻ്റെ വാല്യൂ u by v plus what is x? 2u plus v into e raised to xy. Xൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2u plus v, y ൻ്റെ വാല്യൂ u by v into minus u divided by v square ആണല്ലോ. സോ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പം അന്നേരം എന്ത് കിട്ടും? രണ്ട് ടേമിൽ എന്ത് എക്സ്പൊണൻഷ്യൽ ടേംസ് എന്ന് പറഞ്ഞാൽ കോമൺ ആണ്. അപ്പോൾ അതങ്ങ് പുറത്തെടുക്കാം നമുക്ക്. ഇ റൈസ് ടു 2u പ്ലസ് വി ഇൻറ്റു യു ബൈ വി. ഓക്കെ, ഇൻറ്റു ഇവിടെ എന്താ വരുന്നത്? യു ബൈ വി. ബാക്കി എന്ത് വരും? ഇവിടെ പ്ലസ് ഇൻറ്റു മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് ആണ് വരുന്നത്. മൈനസ് 2u പ്ലസ് വി ഇൻറ്റു യു ഡിവൈഡഡ് ബൈ വി സ്ക്വയർ ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഇതൊന്ന് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇ റൈസ് ടു 2u പ്ലസ് വി ഇൻറ്റു യു ബൈ വി ഇൻറ്റു ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി സ്ക്വയർ ഇൻറ്റു യു മൈനസ് ഇവിടെ വി ആൾറെഡി ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു യു ഉണ്ട്. അപ്പോൾ വി യു ഇൻറ്റു 2u പ്ലസ് വി the whole divided by v into v square, that is v cube. Okay, so which is equal to e raised to 2u plus v into u by v. Then the ഇവിടെ v square into u minus vu into 2u ചെയ്യുമ്പോൾ 2 into u square v ആണല്ലോ. u into u ചെയ്യുമ്പോൾ u square. Then 2 already ഉണ്ട്, 2 അവിടെ എഴുതി ഇൻറ്റു വി ചെയ്തു. മൈനസ് വി യു ഇൻറ്റു വി ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് വി സ്ക്വയർ ഇൻറ്റു യു അല്ലേ, ഹോൾ ഡിവൈഡഡ് ബൈ വി ക്യൂബ് ആണല്ലോ. അങ്ങനെയല്ലേ വരിക? ഇതടപ്പുണ്ട് ഒരു വി സ്ക്വയർ യു, ഇവിടെ ഒരു മൈനസ് വി സ്ക്വയർ യു ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് എന്താ കിട്ടുക? നോക്കിക്കേ, equal to e raised to 2u plus v into u by v into minus 2u square v divided by എന്ത് കിട്ടും? വി ക്യൂബ് എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക. അവിടെ നിന്ന് ഒരു വിയും ന്യൂമറേറ്ററിൽ നിന്നൊരു വിയും ഡിനോമിനേറ്ററിൽ നിന്നൊരു വിയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എന്ത് കിട്ടും? 2u സ്ക്വയർ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് കിട്ടും. മനസ്സിലായോ? അതായത് ഇവിടെ നിന്നൊരു വി നമുക്ക് കട്ട് ചെയ്യാം, ഈ വി ക്യൂബിൽ നിന്നൊരു വി കളയാം. ബാക്കി നമുക്ക് ന്യൂമറേറ്ററിൽ മൈനസ് 2u സ്ക്വയർ, ഡിനോമിനേറ്ററിൽ വി സ്ക്വയർ എന്ന് പറഞ്ഞിട്ടാണ് വരിക. ഇതെന്താണ്? ഡോ ഇസഡ് ബൈ ഡോ വി. കിട്ടിയില്ലേ? മനസ്സിലായോ? അപ്പം നമുക്ക് രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സും കിട്ടിയിട്ടുണ്ട്. ഡോ ഇസഡ് ബൈ ഡോ യുവും കിട്ടി, ഡോ ഇസഡ് ബൈ ഡോ വിയും കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ദിവസം നോക്കിക്കേ. If z equal to e raised to x square y and x is equal to square root of uv and y equal to 1 by v, find dou z by dou u and dou z by dou v. Okay, നമ്മളിപ്പോൾ ചെയ്ത സെയിം ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം z is a function of x and y അല്ലേ? z is a function of x and y and x and y is a function of u and v ആണ്. അങ്ങനെയാണെങ്കിൽ dou z by dou u കാൽക്കുലേറ്റ് ചെയ്യണം, dou z by ഡോ വിയും കാൽക്കുലേറ്റ് ചെയ്യണം. സോ യൂസിങ് ചെയിൻ റൂൾ കാൽക്കുലേറ്റ് ചെയ്തൂടെ? ചെയ്യാം നമുക്ക്. സോ ഗിവൺ
z ഈക്വൽ ടു എന്താ ഇ റൈസ് ടു എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ആ തന്നേക്കുന്നത്. അവിടെ നിന്ന് ഡോ ഇസഡ് ബൈ ഡോ എക്സ് കാൽക്കുലേറ്റ് ചെയ്തേ. ഡോ ഇസഡ് ബൈ ഡോ എക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ആണ്. എക്സ്പൊണൻഷ്യൽ ആണല്ലേ. സോ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ്പൊണൻഷ്യലിൻ്റെ ഡെറിവേറ്റീവ് എന്താ എക്സ്പൊണൻഷ്യൽ തന്നെയാണ്. ഇപ്പോൾ ഇ റൈസ് ടു എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ആണല്ലോ. So which is equal to e raised to x square y into dou by dou x of x square into y ചെയ്യുമ്പോൾ y കോൺസ്റ്റന്റ് അല്ലേ ആണല്ലോ. y പുറത്തെടുക്കാം into dou by dou x of x square എന്ന് പറയുന്നത് എന്താണ് കുട്ടികളെ 2x ആണല്ലോ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക 2xy into e raised to x square y ആണ് എന്ത് dou z by dou x എന്ന് പറയുന്നത്. ഓക്കെ ക്ലിയർ അല്ലേ? Okay, next dou z by dou y calculate ചെയ്യാം, which is equal to dou by dou y of e raised to x square into y, which is equal to exponential derivative എന്താ e raised to x square y into dou by dou y of x square into y. അപ്പോൾ x square y നെ പാർഷ്യലി നമ്മൾ y വെച്ചിട്ട് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്കറിയാം എക്സ് കോൺസ്റ്റൻ്റ് ആണല്ലേ. അപ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ നമുക്കതങ്ങ് പുറത്തെടുക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന് അങ്ങ് പുറത്തെടുക്കാം. എക്സ് സ്ക്വയർ പുറത്തെടുക്കുമ്പോൾ ഡോ ബൈ ഡോ വൈ ഓഫ് വൈ എന്ന് പറയുന്നത് എന്താണ് 1 ഇൻറ്റു ദേടപ്പുണ്ട് ഈ ഒരു ടേം ഇ റൈസ് ടു എക്സ് സ്ക്വയർ വൈ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു എക്സ് സ്ക്വയർ വൈ. ഓക്കെ, നമുക്ക് ഡോ ഇസഡ് ബൈ ഡോ എക്സും കിട്ടി, ഡോ ഇസഡ് ബൈ ഡോ വൈയും കിട്ടി. ഇനി നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓരോന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. സോ വി ഹാവ് ഡോ ഇസഡ് ബൈ ഡോ യു വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ യു പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ യു. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്കിനി ഡോ എക്സ് ബൈ ഡോ യുവും ഡോ വൈ ബൈ ഡോ യുവും കാൽക്കുലേറ്റ് ചെയ്യണം. സോ വി ഹാവ് ഡോ എക്സ് ബൈ ഡോ യു വിച്ച് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ യു ഓഫ് എക്സ്. വാട്ട് ഈസ് എക്സ്? എക്സ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് യു വി ആണല്ലോ. വിച്ച് ഇസ് ഈക്വൽ ടു നമുക്കറിയാം റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ കുട്ടികളെ 1/2 റൂട്ട് എക്സ് ആണല്ലോ. ഇവിടെ നമുക്ക് റൂട്ട് യു വി ആകുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു റൂട്ട് യു വി ഇൻറ്റു ഡോ ബൈ ഡോ യു ഓഫ് യു ഇൻറ്റു വി. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വി ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂളാണ് കേട്ടോ. അപ്പോൾ റൂട്ട് യു വി വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്തേ പറ്റത്തുള്ളൂ. വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു റൂട്ട് യു വി ടു ഡോ ബൈ ഡോ യു ഓഫ് യു വി. പാർഷ്യലി ഡെറിവേറ്റീവ് നമ്മൾ എടുക്കുകയാണ് യു വിൻ്റെ വിത്ത് റെസ്പെക്ട് ടു യു ചെയ്യുമ്പോൾ വി കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ വി പുറത്തെടുത്തു ഇൻറ്റു ഡോ യു ബൈ ഡോ യു. ഡോ യു ബൈ ഡോ യു ഇസ് 1. അന്നേരം നമുക്ക് എന്ത് റിസൾട്ടാണ് കിട്ടുക വി ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും വി ബൈ വിച്ച് ഇസ് ഈക്വൽ ടു വി ബൈ 2 ഇൻറ്റു റൂട്ട് യു വി. ഓക്കെ, ഇതാണ് എന്ത് ഡോ എക്സ് ബൈ ഡോ യു എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്ക് ഡോ വൈ ബൈ ഡോ യു കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ വി ഹാവ് ഡോ വൈ ബൈ ഡോ യു which is equal to dou by dou u of what is u? Dou by dou u of y. Dou by dou u of y. അല്ലേ dou u of y. That is dou by dou u of what is y? Y എന്ന് പറയുന്നത് 1/v ആണല്ലോ. വിത്ത് റെസ്പെക്ട് ടു യു നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വി കോൺസ്റ്റന്റ് അല്ലേ കുട്ടികളെ. അപ്പോൾ എന്ത് കിട്ടും വാല്യൂ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി നമുക്ക് 0 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക. സോ വാട്ട് ഈസ് ഡോ ഇസഡ് ബൈ ഡോ യു? ഡോ ഇസഡ് ബൈ ഡോ യു എന്ന് പറയുന്നത് എന്താ ഡോ എക്സ് ബൈ ഡോ എക്സ് ബൈ ഡോ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ യു പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ യു. ഓക്കെ, വാട്ട് ഈസ് ഡോ സെഡ് ബൈ ഡോ എക്സ്? ഡോ സെഡ് ബൈ ഡോ എക്സ് നമുക്ക് എന്താ കിട്ടിയത് നോക്കാം. ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത്
2xy e raised to x square y ആണ്. എന്താണ് 2xy is e raised to x square y. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? വിച്ച് ഇസ് ഈക്വൽ ടു 2xy e raised to x square y ഇൻറ്റു വാട്ട് ഇസ് ഡോ എക്സ് ബൈ ഡോ യു? ഡോ എക്സ് ബൈ ഡോ യു എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് v ഡിവൈഡഡ് ബൈ 2 റൂട്ട് യു വി എന്നാണ് കിട്ടിയത് അല്ലേ? പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? ഡോ സെഡ് ബൈ ഡോ വൈൻ്റെ വാല്യൂ എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു എക്സ് സ്ക്വയർ വൈ ഇൻറ്റു വാട്ട് ഇസ് ഡോ വൈ ബൈ ഡോ യു? ഇത് 0. അപ്പോൾ ഈ ടേം കംപ്ലീറ്റ് അങ്ങ് 0 ആയിട്ട് പോകും അല്ലേ? സോ റിമൈനിങ് നമുക്ക് എന്താ കിട്ടുക? നമുക്ക് നോക്കാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിട്ട് 2xy e റൈസ് ടു എക്സ് സ്ക്വയർ വൈ ഇൻറ്റു വി ഡിവൈഡഡ് ബൈ 2 റൂട്ട് യു വി എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയേക്കുന്നത്. ഇനി എക്സിനും വൈക്കും നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം ആണല്ലോ. സോ വാട്ട് ഈസ് എക്സ്? എക്സ് എന്ന് പറയുന്നത് റൂട്ട് യു വി നമുക്കറിയാം. ആൻഡ് വൈ ഈക്വൽ ടു 1/v എന്ന് പറയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ 2 നമുക്ക് ആൾറെഡി ക്യാൻസൽ ചെയ്യാം ആണല്ലോ. ദെൻ വാട്ട് ഈസ് എക്സ്? റൂട്ട് യു വി. ആൻഡ് വാട്ട് ഈസ് വൈ? y is 1/v into e raised to x square. What is x? root uv. root uവിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ സ്ക്വയർ റൂട്ട് പോകും അല്ലേ? അപ്പോൾ e raised to x square വരുമ്പോൾ e raised to uv. ഓക്കെ, മനസ്സിലായോ? അതായത് e raised to x എന്ന് പറയുന്നത് e raised to root uv. അപ്പോൾ റൂട്ട് യു വിൻ്റെ സ്ക്വയർ എടുക്കുമ്പോഴത്തേക്കാണ് നമുക്ക് എന്ത് കിട്ടുക? എക്സ് സ്ക്വയർ കിട്ടുക. അപ്പോൾ എക്സ് സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ട് അങ്ങ് പോവുകയെ. അപ്പോൾ e raised to uv. Then what is y? y is 1/v into v divided by root uv ആണല്ലോ. അപ്പോൾ ഈ റൂട്ട് യു വി ക്യാൻസൽ. ഇവിടെ ഒരു വി കിടപ്പുണ്ട്, ഇവിടെ ഒരു വി ഉണ്ട്, അത് ക്യാൻസൽ. ഇവിടെ ഒരു വി ഉണ്ട്, ഇവിടെ ഒരു വി ഉണ്ട്, അതും ക്യാൻസൽ. റിമൈനിങ് നമുക്ക് എന്തായിട്ട് e raised to u. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? ഡോ സെഡ് ബൈ ഡോ യുവിൻ്റെ വാല്യൂ e raised to u എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നമുക്ക് ഡോ സെഡ് ബൈ ഡോ വി കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡോ ഇസഡ് ബൈ ഡോ വി ആണ്. സോ വാട്ട് ഇസ് ഡോ ഇസഡ് ബൈ ഡോ വി? ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ വി പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ വി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആണല്ലോ. അതിൽ ഡോ ഇസഡ് ബൈ ഡോ എക്സും ഡോ ഇസഡ് ബൈ ഡോ വൈ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി വേണ്ടത് ഡോ എക്സ് ബൈ ഡോ വിയും ഡോ വൈ ബൈ ഡോ വി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. So we have dou x by dou v which is equal to dou by dou v of x. What is x? root uv ആണല്ലോ. which is equal to എന്തായിട്ട് നമുക്കറിയാം റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ കുട്ടികളെ? 1/2 റൂട്ട് എക്സ് ആണ്. ഇവിടെ റൂട്ട് യു വി എന്നേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് യു വി ഇൻറ്റു ഡോ ബൈ ഡോ വി ഓഫ് യു ഇൻറ്റു വി ആണല്ലോ. which is equal to 1/2 റൂട്ട് യു വി ഇൻറ്റു ഇത് എന്തുകൊണ്ട് ഇത് വന്നെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂളാണ്. ഇവിടെ റൂട്ട് വി മാത്രമല്ല റൂട്ട് യു ഇൻറ്റു വി വന്നതുകൊണ്ട് നമുക്ക് ആദ്യം റൂട്ടിൻ്റെത് കണ്ടുപിടിക്കണം, എന്നിട്ട് ആ റൂട്ടിനകത്തുള്ള വേരിയബിൾസിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം കേട്ടോ. സോ എന്ത് കിട്ടും? ഡോ ബൈ ഡോ വി ഓഫ് യു വി ചെയ്യുമ്പോൾ യു കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുക്കാം. യു ഇൻറ്റു ഡോ വി ബൈ ഡോ വി. വാട്ട് ഈസ് ഡോ വി ബൈ ഡോ വി? ഇറ്റ് ഇസ് 1. സോ നമുക്ക് എന്ത് കിട്ടും റിസൾട്ട്? യു ഡിവൈഡഡ് ബൈ 2 റൂട്ട് യു വി. ഇതാണ് ഡോ എക്സ് ബൈ ഡോ വി. അതുപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡോ വൈ ബൈ ഡോ വി കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഇസ് ഡോ ബൈ ഡോ വി ഓഫ് വാട്ട് ഇസ് വൈ? വൈ ഈസ് 1/v. നമുക്കറിയാം 1/vൻ്റെ ഡെറിവേറ്റീവ് എന്താ? -1/v സ്ക്വയർ ആണ്. -1/v സ്ക്വയർ ആണ് എന്ത്? 1/vൻ്റെ ഡെറിവേറ്റീവ്. അപ്പം നമുക്ക് എല്ലാ വാല്യൂസും കിട്ടിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഈ ഡോ ഇസഡ് ബൈ ഡോ വിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ചെയ്യാം. So we have dou z by dou v which is equal to dou z by dou x. Dou z by dou x എന്ന് നമുക്ക് കിട്ടിയത് 2xy into e raised to x square into y ആണ് അല്ലേ? ഇൻറ്റു what is dou x by dou v എന്താ കിട്ടിയത്? u divided by 2 into root uv. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. u divided by 2 into root uv പ്ലസ് അടുത്ത് എന്താ വരുന്നത്? plus dou z by dou y. What is dou z by dou y? x square into e raised to
എക്സ് സ്ക്വയർ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ വി എന്ത് കിട്ടും മൈനസ് 1/v². ആണല്ലോ. ഈ രണ്ട് ടേംസിലും ഇ റൈസ് ടു എക്സ് സ്ക്വയർ വൈ ഉണ്ട് അല്ലേ, അത് കോമൺ ആയിട്ട് നമുക്ക് പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഇ റൈസ് ടു എക്സ് സ്ക്വയർ വൈ ഇൻറ്റു ഇവിടെ എന്ത് വരും ബാക്കി 2xy ഇൻറ്റു യു ഡിവൈഡഡ് ബൈ 2√uv പ്ലസ് അല്ല മൈനസ് ആണ്, കാരണം ഇവിടെ ഒരു മൈനസ് ഉണ്ട് അല്ലേ, മൈനസ് ഇൻറ്റു പ്ലസ് ചെയ്യുമ്പോഴത്തേക്കും മൈനസാണ് വരുന്നത്, മൈനസ് എക്സ് സ്ക്വയർ ബൈ v². ഇങ്ങനെയല്ലേ വരുന്നത്. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ ആൻസർ ആയി. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു, എക്സ് ഇസ് ഈക്വൽ ടു √uv ആയിരുന്നു. ആണല്ലോ. ആൻഡ് വൈ ഈക്വൽ ടു വൈൻ്റെ വാല്യൂ എന്താണ്, വൈയുടെ വാല്യൂ എന്തായിരുന്നു, y ഈക്വൽ ടു 1/v. ഓക്കെ, 1/v. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയേ. നോക്കിക്കേ, ഇവിടെ ഒരു 2 ഉണ്ടല്ലേ, ഇവിടെ ഒരു 2 ഉണ്ട്, ക്യാൻസൽ ചെയ്യാം. ഇനി ഈ റൈസ് ടു വാട്ട് ഈസ് എക്സ് സ്ക്വയർ, എക്സ് ഈക്വൽ ടു √uv ആണെങ്കിൽ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താ, uv ആയിരിക്കും. എന്തുകൊണ്ടാണ്, സ്ക്വയർ റൂട്ട് പോകും അല്ലേ, റൂട്ടിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ സ്ക്വയർ റൂട്ട് പോകും, ബാക്കി നമുക്ക് എന്ത് കിട്ടും uv എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താ, ഇ റൈസ് ടു uv. വാട്ട് ഈസ് വൈ, വൈൻ്റെ വാല്യൂ 1/v ആണ്, 1/v ഇൻറ്റു എക്സ് ഇൻറ്റു വൈ. വാട്ട് ഈസ് എക്സ്, √uv. what is y, 1/v into u divided by √uv minus x square എന്താണ് uv divided by v². ഓക്കെ, സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇത് എളുപ്പമുണ്ട്, √uv ക്യാൻസൽ, ബാക്കി ഇവിടെ u ഉണ്ട്, ഇവിടെ ഒരു v ഉണ്ട്, താഴെ ഒരു v² ഉണ്ട്. ഒരു v നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്യാം, v² നിന്ന് ഒരു v നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. ബാക്കി നമുക്ക് എന്ത് വരും, ഇവിടെ ഒരു v ക്യാൻസൽ ചെയ്യാം, ബാക്കി നമുക്ക് ഇവിടെ കിട്ടുന്ന ഇ റൈസ് ടു u ഇൻറ്റു ഇവിടെ എന്താ വരിക u ഡിവൈഡഡ് ബൈ v അല്ലേ, മൈനസ് ഇവിടെ എന്ത് തന്നെ വരും u/v. അപ്പോൾ എന്ത് കിട്ടും, u/v മൈനസ് u/v ചെയ്യുമ്പോൾ 0 ആണ് വരുന്നത്. അപ്പോൾ ഡോ ഇസഡ് ബൈ ഡോ വിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, 0 കിട്ടി. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം നമ്മൾ രണ്ട് ഡെറിവേറ്റീവ്സും കാൽക്കുലേറ്റ് ചെയ്ത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. z ഈക്വൽ ടു 8x²y മൈനസ് 2x പ്ലസ് 3y ആൻഡ് x ഇസ് ഈക്വൽ ടു uv, y ഈക്വൽ ടു u പ്ലസ് v, ഫൈൻഡ് ഡോ ഇസഡ് ബൈ ഡോ u ആൻഡ് ഡോ ഇസഡ് ബൈ ഡോ v. ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഇത് നോക്കിക്കേ, z എന്ന് പറയുന്നത് ഡിപ്പെൻസ് അപ്പോൺ വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ഡിപ്പെൻസ് അപ്പോൺ യു ആൻഡ് വി. നമ്മളിപ്പോൾ ചെയ്ത സെയിം മോഡൽ തന്നെയാണ്, അതുകൊണ്ട് ട്രീ ഡയഗ്രാം അതൊന്നും വരയ്ക്കുന്നില്ല, ഡയറക്റ്റ് ഫോമിൽ എഴുതി ചെയ്യുവാണ് കേട്ടോ. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്, ഫസ്റ്റ് നമുക്ക് ഡോ ഇസഡ് ബൈ ഡോ എക്സ് കണ്ടുപിടിക്കാം. ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്, ഡോ ബൈ ഡോ എക്സ് ഓഫ് 8x²y മൈനസ് 2x പ്ലസ് 3y ആണല്ലോ, വിച്ച് ഇസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നത്, അപ്പോൾ y കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ ടേമിൽ 8 ഇൻറ്റു y കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുക്കാം. 8 ഇൻറ്റു y ഇൻറ്റു ഡോ ബൈ ഡോ എക്സ്, എക്സ് സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും 2x മൈനസ് 2 ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും 1 കിട്ടും, പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് 3y ചെയ്യുമ്പോൾ 0 ആണ് കിട്ടുന്നത്. ആണല്ലോ, വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്, 8 ഇൻറ്റു 2 16xy മൈനസ് 2. ഇതാണ് എന്ത്, ഡോ ഇസഡ് ബൈ ഡോ എക്സ്. അതുപോലെ ഡോ ഇസഡ് ബൈ ഡോ വൈ കാൽക്കുലേറ്റ് ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് 8x²y മൈനസ് 2x പ്ലസ് 3y ആണല്ലോ, വിച്ച് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് 8x²y ചെയ്യുമ്പോൾ 8x² കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുക്കുക. 8x² ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് വൈൻ്റെ വാല്യൂ എന്താണ് 1 മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് 2x ചെയ്യുമ്പോൾ 0 പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് 3y ചെയ്യുമ്പോൾ 3 കോൺസ്റ്റൻ്റ് പുറത്തെടുക്കാം ഇൻറ്റു ഡോ വൈ ബൈ ഡോ വൈ വാല്യൂ എന്താണ് 1. സോ വാട്ട് ഈസ് ദ ആൻസർ, 8x² പ്ലസ് 3. ഓക്കെ, അപ്പോൾ ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഡോ ഇസഡ് ബൈ ഡോ വൈയും കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടേ, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്, നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്, ഡോ സെഡ് ബൈ ഡോ യു ആണ് വേണ്ടത് അല്ലേ. ഡോ ഇസഡ് ബൈ ഡോ യുവിൻ്റെ ഫോമുല എന്താ, ഡോ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ യു പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ യു. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഡെറിവേറ്റീവ്സും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം.
dou by dou u of x. അപ്പോൾ dou by dou u of x which is equal to dou by dou u of x. What is x? x എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് u v എന്നാണ് തന്നേക്കുന്നത് അല്ലേ, ആണല്ലോ. which is equal to with respect to u ചെയ്യുമ്പോൾ v കോൺസ്റ്റന്റ് ആണ്, v into dou u by dou u ചെയ്യുമ്പോൾ നമുക്ക് 1 ആയിട്ട്, that is v ആണ് ആൻസർ. then similarly dou y by dou u ചെയ്യണം, which is equal to dou by dou u of y. y ന്റെ വാല്യൂ എന്താ, u plus v ആണല്ലോ, u plus v which is equal to dou by dou u of u ന്റെ വാല്യൂ ചെയ്യുമ്പോൾ 1 plus dou by dou u of v ചെയ്യുമ്പോൾ എന്താണ് 0 which is equal to നമുക്ക് എന്തായിട്ട് 1 ആയിട്ട്. അപ്പോൾ dou y by dou u ന്റെ വാല്യൂ 1, dou x by dou u ന്റെ വാല്യൂ v. അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. dou z by dou u ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. So we have dou z by dou u which is equal to dou z by dou x. എന്താ നമുക്ക് കിട്ടിയത്, dou z by dou x കിട്ടിയത് 16xy minus 2 into dou x by dou u, that is v, right, plus dou z by dou y. dou z by dou y ന്റെ വാല്യൂ 8x square plus 3 into എന്താ dou y by dou u, that is 1 ആണല്ലോ. ഒന്ന് സിംപ്ലിഫൈ ചെയ്തേ. നമുക്ക് എക്സിന് എന്ത് കൊടുക്കാം, എക്സിന് യു വിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വൈക്ക് യു പ്ലസ് വിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വൈക്ക് യു പ്ലസ് വിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ആയേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, dou z by dou u which is equal to 16 into xy അല്ലേ. സോ എക്സിന് യു വിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, വൈക്ക് യു പ്ലസ് വിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. -2 into v plus 8u square v square plus 3 ആണല്ലോ. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കിക്കേ നിങ്ങൾ. ഈ v ഉണ്ടല്ലോ അതിനകത്തോട്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 16u square v square plus 16uv cube minus 2v plus 8u square v square plus 3 which is equal to 16u square v square and ഇവിടെ ഒരു 8u square v square ഉണ്ട്. ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 24u square v square plus 16uv cube minus 2v plus 3 എന്നാണ് കിട്ടുക. ഓക്കെ, ഇതാണ് dou z by dou u. ഇതുപോലെ നമുക്ക് dou z by dou v കാൽക്കുലേറ്റ് ചെയ്യണം. സോ വാട്ട് ഈസ് dou z by dou v? dou z by dou x into dou x by dou v plus dou z by dou y into dou y by dou v ആണല്ലോ. dou x by dou z by dou x dou z by dou y നമ്മൾ ആൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് dou x by dou v കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് v u എന്നാണ് കിട്ടുക. dou y by dou v ചെയ്യുമ്പോൾ 1 എന്നാണ് കിട്ടുക. നമ്മൾ ചെയ്ത് നോക്കണം കേട്ടോ. സോ dou z by dou v, z by dou v which is equal to എന്താ, dou z by dou x, അതായത് 16xy minus 2 into dou x by dou v, that is u, plus dou z by dou y എന്ന് നമുക്ക് കിട്ടിയത് 8x square plus 3 into dou y by dou v, that is 1. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യണേ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സിന് എന്ത് കൊടുക്കുക, എക്സിന് യു വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് ഈക്വൽ ടു യു വി ആൻഡ് y ഈക്വൽ ടു യു പ്ലസ് വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 16uv into u plus v minus 2 into u plus 8u square v square plus 3. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 16u cube v plus 16u square v square minus 2u plus 8u square v square plus 3. So add ചെയ്യാം 16, 8 ആഡ് ചെയ്യുമ്പോൾ 24, u square v square plus 16u cube v minus 2u plus 3. ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ, dou z by dou v.
ഓക്കെ, ഇപ്പോൾ ഡോ ഇസഡ് ബൈ ഡോ യുവും കിട്ടി, ഡോ ഇസഡ് ബൈ ഡോ വിയും കിട്ടി. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നിങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം, അല്ലെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ചോദിക്കാം കേട്ടോ. സോ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.